ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്ലാസ് ഡി ആംപ്ലിഫയറാണ് പരിചയപ്പെടുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. ഇതിൽ സബ് സ്റ്റീരിയോ വോളിയം, SC വോളിയം എന്ന് കാണുന്നത് സ്റ്റീരിയോയുടെ വോളിയമാണ്. പിന്നെ സബ് വോളിയം എന്ന് പറയുന്നത് മാസ്റ്ററാണ്, മൊത്തത്തിലുള്ള വോളിയമാണ്. ഒരു പവർ സ്വിച്ച്, USB മൊഡ്യൂൾ, ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത്. കൂളിംഗ് ബ്ലാക്കിലും മാറ്റ് ബ്ലാക്കിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻസൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പവർ. ഇത് രണ്ട് ടൈപ്പിൽ അവൈലബിൾ ആണ്. 24-ൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ടൈപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ AC-യിൽ കണക്ട് ചെയ്യാനുള്ള ടൈപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് 24 ബസ്സിലേക്കുള്ള ഒരു ആംപ്ലിഫയർ ആണ്. 24 വോൾട്ടിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ക്ലാസ് ഡിയുടെ 2.1 ആംപ്ലിഫയർ ബോർഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ഗെയിനർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ USB-യുടെ 12 വോൾട്ട് ഫാനിനും USB-യുടെയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന് ഇൻസൈഡ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്കൊരു 2.1 ബഡ്ജറ്റ് ഒതുക്കിയിട്ട് ഒരു 2.1 ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ സെലക്ട് ചെയ്യാം. ഇതിൽ നമ്മൾ മൈക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കരോക്കയുടെ പാടാനുള്ള ഓപ്ഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹലോ 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 മൈക്ക് ചെക്ക്, ഹലോ ഹലോ മൈക്ക് ചെക്ക്, ഹലോ 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 മൈക്ക് ചെക്ക്. അപ്പോൾ എക്കോ അടക്കം വരുന്നൊരു സ്റ്റീരിയോ, കരോക്കെ സ്റ്റീരിയോ 2.1 ആംപ്ലിഫയർ ആണിത്. ഇതിൽ ഈ മോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാലാണ് മൈക്കിൻ്റെ ഫംഗ്ഷൻ ഓൺ ആവുക. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ മൈക്കിൻ്റെ ഫംഗ്ഷൻ ഓൺ ആവുള്ളൂ. ബാലൻസ് ടൈമിലെല്ലാം മൈക്ക് ഓഫിലായിരിക്കും കിടക്കുക. പിന്നെ ഇതിൻ്റെ റിമോട്ടിൽ തന്നെ നമുക്ക് ബാസ്, ട്രിബിൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൈക്കിൻ്റെ വോളിയം, എക്കോ ഇതെല്ലാം റിമോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു SMPS വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫോൺ ഇതായിട്ടൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഔട്ട്പുട്ട് ഇത് തരുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഒരു 2.1 ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാം. വെയിറ്റും കുറവാണ്, സൈസും കുറവാണ്, നല്ല പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ഇഷ്ടമായി ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇതുവരെ നിങ്ങൾ എല്ലാ സപ്പോർട്ടിനും വഴി നിർദ്ദേശം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.